ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. സമാധാന ചർച്ചകളിൽ മുജ്തബ ഖമനേയി ഇടപെടുന്നുണ്ടെന്നും ട്രംപ് വിശദീകരിച്ചു. മുജ്തബയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് തനിക്ക് വ്യക്തതയില്ലെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ആദ്യം ആ പ്രതികരണം നോക്കാം. How do you know the people you're talking to there are actually the people making the decisions? So we had various levels of people, and the first set is gone, the second set is gone, part of the third set is gone, and the people we're dealing with, we know they're the people that are leading the country right now. Is it the gay Ayatollah? He's involved, absolutely. Really? Yeah, I think they have a lot of respect for him. So is he's compos mentis? He's not sick in hospital in a coma as we've been Well, told? I don't know. I haven't had the privilege of meeting him. Right. But I'm not hearing he's doing great. You're doing better. Right. That way, he's not. If you believe the stories, he's missing a lot of different parts. So who's making the decisions? Well, they say he is giving approval because that's the way it has been for a long, long time. His father and then him. I guess it's a succession. But we seem to be getting along quite well. Would you like to meet him or meet any of the Iranians in person? I've never thought of it, actually. It's a very good question. I'll think of it. Yeah, I'd like to meet him. I'd like to meet everybody. I'd like to meet him. We probably will meet at some point, depending on how it all works out. ഐസൻ, അടുത്ത കാലത്ത് ഇറാനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെന്നാണ് ഇപ്പോൾ ഐസൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് മുജ്തബ ഖമനേയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്ന് ട്രംപ് പറയുമ്പോൾ അത് എന്തൊക്കെ തരം കാര്യങ്ങളിലേക്ക്, ഈ സമാധാന ചർച്ചകളിലടക്കം എന്തൊക്കെ പുരോഗതി ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? തീർച്ചയായും ഏറ്റവും കൗതുകമേറിയതും അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളതുമായ ഒരു വാർത്തയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. നമുക്ക് ഈ പോഡ്കാസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നിർണായകമായൊരു കാര്യമാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്നതായിരുന്നു ആ പോഡ്കാസ്റ്റിലെ ആങ്കറുടെ ഏറ്റവും സുപ്രധാനമായ ചോദ്യം. മുജ്തബ ഖമനേയി ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി അദ്ദേഹം ഇടപെടുന്നുണ്ട്. പല രീതിയിലും അദ്ദേഹം അപ്രൂവലുകൾ നൽകുന്നുണ്ട്. അതായത് അന്തിമമായ ചർച്ചകൾക്ക് അപ്രൂവലുകൾ നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു നിർണായകമായ പ്രഖ്യാപനം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നേരത്തെ മറ്റൊരു വിശദീകരണത്തിൽ അദ്ദേഹം പറയുകയും ചെയ്യുന്നത് സൈന്യത്തിൻ്റെ പിൻവലിക്കുന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നൊരു നിലപാട് ഇറാൻ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയോ ചെയ്യില്ല എന്ന് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ ചില അനുകൂല നിലപാടുകൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും നിർണായകമായ ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അതിൽ സംസാരിക്കാൻ തയ്യാറുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഒരു പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് കാണാനും സംസാരിക്കാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ചോദ്യവും കൃത്യമായും ഈ പോഡ്കാസ്റ്റിലെ ആങ്കർ കൃത്യമായി ചോദിക്കുകയും ചെയ്തു. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അത് സംബന്ധിച്ചൊരു വ്യക്തത തനിക്കില്ല, എങ്കിൽ കൂടി അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കാവുന്നതാണ് എന്നൊരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും മുജ്തബ ഖമനേയിയുടെ പിതാവുമായുള്ള അടുപ്പവും അതുപോലെ തന്നെ മുജ്തബ ഖമനേയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സന്നദ്ധതയും ട്രംപ് അറിയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും നിർണായകമായൊരു ഘടകമായി തന്നെ നമുക്കതിനെ കണക്കാക്കാവുന്നതാണ്. അല്പസമയം മുമ്പാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ വിവിധ വശങ്ങൾ സംബന്ധിച്ച്, വിവിധ ശകലങ്ങൾ സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ ഷോട്ടുകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തത്. നിലവിൽ അദ്ദേഹം പറയുന്നത് സമാധാന ചർച്ചയ്ക്ക് ഏറ്റവും അനുകൂലമായൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു സൂചന തന്നെയാണ്. മുജ്തബ ഖമനേയുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണ്, അത് ആരോടായാലും കൂടിക്കാഴ്ച നടത്തുന്നതിന് തയ്യാറാണ് എന്ന നിലപാട് അദ്ദേഹം അറിയിക്കുമ്പോൾ തീർച്ചയായും ഏറ്റവും നിർണായകമായൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജിത്ത്.